ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു കപ്പ പുഴുങ്ങിയതാണ് ഉണ്ടാക്കുന്നത്. കപ്പ പുഴുങ്ങിയതും ഒരു മുളക് ചമ്മന്തിയും അതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടൻ ചായയും. സൂപ്പറല്ലേ? അപ്പം നമ്മുടെ കപ്പ പുഴുങ്ങിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ അതിനായിട്ട് 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ പറമ്പിൽ കപ്പയുണ്ട്, ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. എല്ലാ കപ്പയും പുഴുങ്ങാൻ ഉപയോഗിക്കില്ല, കയ്പൊന്നുമില്ലാത്ത കപ്പ വേണം പുഴുങ്ങാനായിട്ട് എടുക്കാൻ. കപ്പ തൊലി കളഞ്ഞ് ക്ലീനാക്കി വലിയ പീസസായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വച്ചിരിക്കുന്ന കപ്പയെ ഒരു പാത്രത്തിലാക്കി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ കപ്പ പുഴുക്കായി. നമ്മൾ കപ്പ വയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കണം. കപ്പയ്ക്ക് മുകളിൽ നിൽക്കണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചട്നി റെഡിയാക്കാം. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കും ആവശ്യത്തിന്. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് കോരിയെടുത്ത് വയ്ക്കാം. ഇതേ നമ്മുടെ ചൂട് കപ്പപ്പുഴുക്കും എരിവുള്ള ചട്നിയും ചൂട്